ഹലോ മുത്തുമണികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇപ്പോൾ നോമ്പൊക്കെ എവിടെ വരെ ആയിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ നോമ്പൊക്കെ ഇതാ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇന്നലെ ഇവിടെ നോമ്പറൊക്കെ ആയിരുന്നു. വീട്ടിൽ നിന്നുണ്ടാകുന്ന ചക്കയാണ് കേട്ടോ. അത് പഴുത്തിട്ടൊന്നുമില്ല. നോമ്പാകുമ്പോൾ പിന്നെ പകലൊന്നും എന്തായാലും നോമ്പ് തുറന്നാൽ പിന്നെ ചക്ക വേണ്ടാനും പകലൊന്നും കഴിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ മക്കളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ ആർക്കും സ്കൂളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെങ്ങളെ മോന് മാങ്ങ പെറുക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. വാടിയതാണ്, അവനക്കറിയില്ലല്ലോ ഇത് വാടിയതാണെന്ന് കേട്ടോ. അങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. നാസിമോന് വെള്ളം എവിടെ കണ്ടാലും അത് പിടിച്ച് വലിച്ചിട്ടതാക്കും കേട്ടോ. വെള്ളം കൊടുത്താൽ കുറച്ച് കുടിച്ച് ബാക്കി അവിടെ ചിന്തിട്ടേക്കും. ഇന്നും പതിവ് പോലെ തന്നെ നമ്മളെ ചിക്കനുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ മക്കളെല്ലാവരും ഉള്ളതിനെക്കൊണ്ട് പിന്നെ ചിക്കൻ അല്ലാതെ വേറൊന്നും അല്ലെങ്കിലും പറ്റില്ല. എന്നാലും ചിക്കൻ തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. എന്നും ചെയ്യും പോലെ തന്നെ, പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ തക്കാളിയും ഉള്ളിയും ഒക്കെ വാട്ടി, പിന്നെ കറിക്കുള്ളതൊക്കെ അവിടെ വാടി വരുന്നുണ്ട്. പിന്നെ കണ്ണച്ചത്തിരിക്കുള്ള പൊടി ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറിയൊക്കെ പിന്നെ എന്നും കാണിക്കുന്നതല്ലേ, പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ല. നമ്മൾ പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ടൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഇതാക്കുന്ന ഇറച്ചി കേക്കാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ സമൂസൻ്റെ മസാല കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അതിലേക്ക് ഒരു 5-6 കോഴിമുട്ടയൊക്കെ, പിന്നെ കോഴിമുട്ടയും അതേപോലെ ഉപ്പും കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനുശേഷം കുറച്ച് പഴഞ്ചക്ക ഉണ്ടായിരുന്നു, അത് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാനത് കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ ആയി കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇത് മിക്സിയിലിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പഴഞ്ചക്ക അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പഴുത്ത ചക്ക ആയാൽ മതി കേട്ടോ. മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. പഴഞ്ചക്കാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാൻ നല്ല സോഫ്റ്റും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഞാൻ ചക്ക മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടൊരു 2-3 ഏലക്കായും കൂടെ അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുക, മധുരത്തിന് ആവശ്യമായ പഞ്ചസാര, ചക്കയ്ക്ക് മധുരമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇനി ബാക്കിയുള്ള മധുരത്തിനുള്ളത് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് അടച്ച് വെച്ച് നല്ല പേസ്റ്റായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാമേ. അപ്പോൾ അതെ, ഇത് നല്ല സ്മൂത്തായിട്ട് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന ഇനി നമുക്കിതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 1/4 കപ്പ് ആട്ടപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മൈദ മാത്രം ചേർത്താൽ ചിലപ്പോൾ കുറച്ച് കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ മൈദ ആട്ടയും മിക്സ് ആക്കിയാണ് കേട്ടോ ചേർക്കുന്നത്. അതിനുശേഷം ഒരു 2 ടീസ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ നമ്മളെ കരിഞ്ജീരകം ഉണ്ടല്ലോ, കരിഞ്ജീരകം ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനത് അല്ലെങ്കിൽ ചെറിയ ജീരകം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ഒരു 1/2 ടീസ്പൂണ്. അപ്പോൾ കരിഞ്ജീരകം ഇട്ടതിന് ശേഷം ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ തൈരാണ് കേട്ടോ. അതിനുശേഷം ആവശ്യത്തിനുള്ള ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ, ഒരു കളറിന് വേണ്ടി മാത്രം. പിന്നെ ഒരു ചെറിയൊരു പഴം കൂടി, മൈസൂർ പഴം ഉണ്ടല്ലോ, അതും കൂടെ ചേർക്കുന്നുണ്ട്. മൈസൂർ പഴം മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ചേർത്താൽ മതിയായിരുന്നു, അപ്പം മറന്നു പോയിട്ടോ. അപ്പോൾ എല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ കരിഞ്ജീരകമൊക്കെ ഇട്ടതിനെ കൊണ്ട് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. ഇറച്ചി കേക്ക് ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഏകദേശം റെഡി ആവുന്നുണ്ട്. നാസിമാൻ പത്തിരി ഒഴിച്ച് അങ്ങനെ പത്തിരി കൊടുത്ത്, പിന്നെ കുറച്ച് അരിപ്പത്തിരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാർ കൂടുതലുണ്ട്, അതിനെക്കൊണ്ട് ഈ പത്തിരി തന്നെ എല്ലാവർക്കും പറ്റിയില്ല. അപ്പോൾ ഇത് കണ്ണച്ചത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അരിപ്പത്തിരിക്കുള്ളത് ഞാനത് അവിടെ കുഴച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇറച്ചി കേക്കൊക്കെ അവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു തട്ടിക്കോട്ട് ഇറച്ചി കേക്കാണ് കേട്ടോ. പിന്നെ സമൂസൻ്റെ മസാലയൊക്കെ വെച്ചിട്ട് അങ്ങനെ ആക്കിയതാണ്. അതിനുശേഷം അത് ആ പത്തിരി ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ചക്കപ്പം ഇവിടെ ചൂടാണ് കേട്ടോ. ഒരു 6:20 ആയിട്ടാണ് കേട്ടോ ചൂടാൻ തുടങ്ങിയത്. ചൂടോട് കഴിക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ഞാൻ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് കേട്ടോ ഇട്ട്. അതാകുമ്പോൾ നല്ലൊരു ഷേപ്പും കിട്ടുമല്ലോ അതിലിട്ട്. പിന്നെ ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പൊന്നും എന്തായാലും കിട്ടില്ല, കാരണം ചക്ക പഴഞ്ചക്കാണല്ലോ, ഇങ്ങനെ വലിഞ്ഞു കളിക്കും. അങ്ങനെ പിന്നെ അധിക സമയം നോമ്പുറക്കുന്ന സമയത്തൊന്നും വീഡിയോ പിടിക്കാനൊന്നും കഴിയില്ല കേട്ടോ, പിന്നെ തിരക്കാവില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.